5 വർഷമായി ജയിലിൽ, വിചാരണയില്ല, ജാമ്യവുമില്ല. ഡൽഹി കലാപ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത 10 പേരുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതിയും തള്ളിയിരിക്കുകയാണ് ഇന്ന്. ഉമർ ഖാലിദും ഷർജീൽ ഇമാമും അടക്കം 9 പേരുടെ ജാമ്യാപേക്ഷ ജസ്റ്റിസ് നവീൻ ചൗളയുടെ ബെഞ്ചും തസ്ലീം അഹമ്മദിന്റെ ജാമ്യാപേക്ഷ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചുമാണ് തള്ളിയത്. വിചാരണ കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും ലഭിക്കാതെ പോയ നീതി സുപ്രീം കോടതിയിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ബാക്കിയെന്ന് ഈ പറയുന്ന ആളുകളുടെ ബന്ധുക്കളും മറ്റും പറഞ്ഞു. മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. നീളുകയാണ് ആ തടവറക്കാലം. 2020 കൂടിക്കാഴ്ചകൾ ഒരു തരത്തിലും രഹസ്യ സ്വഭാവത്തിലുള്ളതായിരുന്നില്ല എന്നാണ് ഉമർ ഖാലിദിന്റെ അഭിഭാഷകൻ അവിടെ വാദിച്ചത്. വാട്സാപ്പ് ഗ്രൂപ്പിലെ പങ്കാളിത്തത്തിന്റെ പേരിലാണ് നടപടി, മറ്റൊന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് ഉമർ ഖാലിദിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ഒരു തരത്തിലുമുള്ള ഗൂഢാലോചനയിലും പങ്കാളിയായിട്ടില്ല എന്ന് ഷർജീൽ ഇമാമിന് വേണ്ടിയിട്ടും അഭിഭാഷകർ വാദിച്ചു. 5 വർഷത്തോളമായി തുടർച്ചയായി ജയിലിൽ കഴിയുകയാണെന്ന് എല്ലാവരും വാദിക്കുകയുണ്ടായി. അവിടെ ചെയ്തത് രാജ്യദ്രോഹ പ്രവൃത്തിയാണെന്ന് ഡൽഹി പോലീസിനായി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞതായിട്ടും വാർത്തകളിൽ നമുക്ക് കാണാം. ആക്രമണത്തിന്റെ സൂത്രധാരന്മാർ ഉമറും ഷർജീൽ ഇമാമും തന്നെ എന്നാണ് ഡൽഹി പോലീസ് നിലപാട് കോടതിയിലും സ്വീകരിച്ചത്. ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടന്നുവെന്ന് ഡൽഹി പോലീസ് പറഞ്ഞതായി കാണുന്നു. ശിക്ഷിക്കപ്പെടുകയോ കുറ്റവിമുക്തരാവുകയോ ചെയ്യും വരെ ജയിലിൽ കഴിയുന്നതാണ് നല്ലത് എന്ന നിലപാടാണ് അവിടെ പോലീസ് സ്വീകരിച്ചത്. ഉമർ ഖാലിദിന്റെയും ഷർജീൽ ഇമാമിന്റെയും ഗൂഢാലോചനയിലെ പങ്ക് ഗുരുതരമാണെന്നാണ് കോടതി തീർച്ചയായിട്ട് കാണുന്നത്. വർഗീയ പ്രകോപനം സൃഷ്ടിക്കും വിധം ഇരുവരും പ്രസംഗങ്ങൾ നടത്തിയെന്ന് പറയുന്നു. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പോലും പ്രചാരണം നടത്തി എന്നാണ് പരാമർശങ്ങളിൽ ഒന്ന്. ഏത് സ്വാതന്ത്ര്യവും ഭരണഘടന നിർദ്ദേശിക്കുന്ന ന്യായമായ നിയന്ത്രണത്തിന് വിധേയമാകണം എന്നുകൂടെ നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഡൽഹി പോലീസ് പരമാവധി ശ്രമിച്ചു എന്ന് പറയുന്നു. തുടക്കത്തിൽ വിചാരണ കുറ്റാരോപിതർക്കും സ്റ്റേറ്റിനും ദോഷമാണെന്നും കോടതി നിലപാട് സ്വീകരിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. ഉമർ ഖാലിദിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് 2020 സെപ്റ്റംബർ 14 തീയതിയാണ്. ഷർജീൽ ഇമാം അറസ്റ്റിലായത് 2020 ജനുവരി 28 തീയതിയാണ്. 2020 ഡൽഹി കലാപ കേസിൽ ഗൂഢാലോചന ആരോപിച്ച് UAPA ചുമത്തി അറസ്റ്റ്. CAA പ്രതിഷേധങ്ങളുടെ മറവിൽ കലാപത്തിന് ആസൂത്രണം ചെയ്തു എന്നാണ് കുറ്റം ചാർത്തിയിരിക്കുന്നത്. കലാപങ്ങൾക്കായി ആസൂത്രിതമായ പ്രത്യേക ദിവസം തെരഞ്ഞെടുത്തു എന്നും കേസിൽ പറയുന്നുണ്ട്. 2024 ഡിസംബറിൽ കുടുംബത്തിലെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഉമർ ഖാലിദിന് 7 ദിവസം ജാമ്യം കിട്ടിയിട്ടുണ്ട് നേരത്തെ. 2022 മാർച്ചിൽ ഉമർ ഖാലിദിന് വിചാരണ കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു നേരത്തെ. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി 2022 ഒക്ടോബറിൽ അപേക്ഷ തള്ളുകയായിരുന്നു. സുപ്രീം കോടതിയിലേക്ക് 2023 മെയ്യിൽ കോടതി ഡൽഹി പോലീസിനോട് വിശദീകരണം തേടുകയുണ്ടായി. സുപ്രീം കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്നത് 14 തവണ മാറ്റിവെച്ചു. 24 ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയിലെ ജാമ്യാപേക്ഷ ഉമർ ഖാലിദ് പിൻവലിച്ചു. വീണ്ടും വിചാരണ കോടതിയെ സമീപിച്ചു. 2024 മെയ്യിൽ ഈ അപേക്ഷയും തള്ളി. ഇതോടെയാണ് ഉമർ ഖാലിദ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ച അപ്പീൽ നൽകിയത്. അതിലാണ് ഇന്നിപ്പോൾ ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. മറ്റുള്ളവരും വിചാരണ കോടതി ഹർജികളിലൂടെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നിപ്പോൾ അക്കാര്യത്തിൽ വിധി ഉണ്ടായിരിക്കുകയാണ്, ഉത്തരവുണ്ടായിരിക്കുകയാണ്. ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഉമർ ഖാലിദ് എന്ന് വെച്ചാൽ കനയ്യ കുമാർ, ഷെഹല റാഷിദ്, ഉമർ ഖാലിദ് എന്നൊക്കെ 2015 JNU സമരകാലത്ത് 2014 നരേന്ദ്രമോദി സർക്കാർ വരുന്നു. 15 JNU ആകപ്പാടെ ഇളകി മറിയുന്നു. അതിൽ ഈ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു ഇവർ. അതിൽ കനയ്യ കുമാർ CPI വിട്ടിട്ട് കോൺഗ്രസിലേക്ക് പോയി. ഷെഹല റാഷിദ് BJP പക്ഷത്താണിപ്പോൾ. ഇദ്ദേഹം ജയിലിലുമാണ്. അപ്പോൾ ജാമ്യ നിഷേധമുണ്ട്. എങ്ങനെ കാണണം അതിനെ? ഇതിൽ നീതി നിഷേധമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം എന്തെങ്കിലും ഒരു തെളിവ് ഇത് മുമ്പും നമ്മൾ പല ഉദാഹരണങ്ങളും ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഈ വിചാരണ തടവുകാരായി ദീർഘകാലം കഴിയുന്നതിനെതിരെ കോടതികൾ പല ആവർത്തി ഇത്തരം സാഹചര്യത്തിനെതിരെ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ വിചാരണ തടവുകാരായി കൊണ്ടുചെന്നിടാൻ തക്കവണ്ണമുള്ള നിയമങ്ങളും വ്യവസ്ഥയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതായത് എന്തെങ്കിലും ഒരു തെളിവ്, സോളിഡായ എവിഡൻസ് ഇതുവരെ ഹാജരാക്കാൻ ഇതുവരെയുള്ള വാദങ്ങളിൽ നിന്ന്, ഇതുവരെ സുപ്രീം കോടതിയിൽ നടന്ന വാദങ്ങളിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ, ഒരു കോടതികളിൽ നിന്ന് നടന്ന വാദങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആകെപ്പാടെ പറയുന്നത് എന്താണ്? അമരാവതി പ്രസംഗത്തിൽ, ഈ 2020 നടത്തിയ പ്രസംഗത്തിൽ, അതായത് ട്രംപ് വരുന്നതിന് മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ ചില ആഹ്വാനങ്ങൾ ഉണ്ടായി, ഉമർ ഖാലിദിൻ്റെതായി എന്നുള്ളതാണ്. ആ ആഹ്വാനങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൽ ഇൻകുലാബ് എന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? ക്രാന്തിയെക്കുറിച്ച് എന്തൊക്കെയോ ചെറിയ അത്തരം ചക്ക ജാം, അതായത് ഈ ട്രാഫിക് ജാം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്, അതായത് ട്രംപ് വരുമ്പോൾ അവിടെ മൊത്തം ഈ രാജ്യത്തെ നാണം കെടുത്തുന്ന തരത്തിലുള്ള വലിയ ട്രാഫിക് ജാം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു ഒരു പ്രസംഗത്തിൽ. ഇത് പറഞ്ഞു എന്നുള്ളതിനപ്പുറം ഈ ഇൻകുലാബ് എന്നുള്ള പ്രയോഗങ്ങൾ, റവല്യൂഷൻ എന്നുള്ള പ്രയോഗം നടത്തി എന്നതൊക്കെയാണ് അവിടെ, ഈ പ്രയോഗങ്ങളൊക്കെ വന്നു ആ പ്രസംഗത്തിൽ എന്നുള്ളതാണ് കോടതിയിൽ പറയുന്ന കാര്യം. ഇത് കേരളത്തിലൊക്കെ ഈ സമാനമായ കാരണങ്ങൾ ചുമത്തി ഒരാളെ UAPA ചുമത്തി അകത്തിടാനാണെങ്കിൽ കേരളത്തിൽ എത്ര പേരെ പിടിച്ച് അകത്തിടേണ്ടി വരുമെന്നൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം അതായത് ഇത് വളരെ സ്വാഭാവികമായി ഒരു പ്രതിഷേധ വേദിയിൽ
പറയുന്ന CAA NRC പ്രതിഷേധം നടക്കുന്ന ഘട്ടത്തിലാണ്. സ്വാഭാവികമായും ഉണ്ടാകാവുന്ന പ്രയോഗങ്ങൾ മാത്രമാണല്ലോ. ഇനി ഇത് ഒരു ഗൂഢാലോചന നടത്തി എങ്ങനെയാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ആ മട്ടിലൊരു ഗൂഢാലോചന, ഒരു കലാപത്തിനുള്ള ഗൂഢാലോചന ഉണ്ടായി എന്ന് സ്ഥാപിക്കാൻ കഴിയുക? സനീഷ് നേരത്തെ പറഞ്ഞല്ലോ, ഇവരൊക്കെ ഈ അറസ്റ്റിലായിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഈ ഉമർ ഖാലിദ് അടക്കമുള്ള ആളുകൾ, ഇവരുടെ രാഷ്ട്രീയ വിശ്വാസം അത് മാത്രം പരിശോധിച്ചാൽ ഇതിലെ ഒരു പരിഹാസ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ ഓരോ പേരുടെയും ഈ അറസ്റ്റിലായി ഇപ്പോൾ ജാമ്യത്തിനായി ശ്രമിക്കുന്ന ആളുകളുടെ അടക്കം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു കലാപത്തിനുള്ള ഗൂഢാലോചന 3-4 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നിട്ട് നടത്തുമോ? അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? ഏത് കോടതിക്കാണ് അത് വിശ്വസിക്കാൻ കഴിയുക? ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഈ ഉമർ ഖാലിദ്, മീരാൻ ഹൈദർ, ഷർജിൽ ഇമാം, ഇങ്ങനെ ഇവരൊക്കെ ഈ പിഞ്ചറാത്തോട്, DSU, മറ്റ് SFI ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ സംഘടനകളിൽ നിന്നുള്ളവരാണ്. ഇനി ബാക്കിയുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഇതിനകത്തുണ്ട്, ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലറായിരുന്ന ആളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ, വ്യത്യസ്ത പാർട്ടികളിൽ നിന്നുള്ള ആളുകളെ തന്നെ ഈ ഒരൊറ്റ കേസിൽ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് 5 വർഷം ജാമ്യം കൊടുക്കാതിരിക്കുകയാണ്. എന്തൊരു മര്യാദകേടാണത്! ഈ രാജ്യത്ത് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് അപമാനകരമാണ്. ഇതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. നജീബിനെ കാണാതായ കേസ് അറിയാമല്ലോ, JNUവിൽ നിന്ന്. അതായത് ABVP പ്രവർത്തകരായ 9 പേര് നജീബിൻ്റെ റൂമിൽ പോയി നജീബിനെ ആക്രമിക്കുന്നു. അതിനുശേഷം നജീബിനെ കാണാതാവുന്നു. ആ കേസ് ആദ്യന്തം അതിന് പിന്നാലെ നിന്ന ഒരാളാണ് ഉമർ ഖാലിദ്. മാത്രമല്ല, ഈ JNU സമരകാലത്ത് ആദ്യന്തം ഇയാൾക്കൊപ്പം, കനയ്യകുമാറിനൊപ്പം തന്നെ ആ സമരമുഖത്ത് ഉണ്ടായിരുന്നയാളാണ്. എല്ലാവരെയും പൂട്ടാനുള്ള പല മാർഗങ്ങളും നോക്കി. അതിൽ അകത്തായി പോയത്, അതായത് പലരും പലതരത്തിലാണല്ലോ. ഇപ്പോൾ ഷെഹ്ല റഷീദ് മറ്റൊരു നേരെ BJPയിൽ ചേർന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ട കാഴ്ച. ഇപ്പുറത്ത് കനയ്യകുമാറാണെങ്കിൽ CPI നിന്ന് കോൺഗ്രസിലേക്ക് പോയി രാഷ്ട്രീയധാരയിൽ പോകുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും സന്തോഷം തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. കനയ്യകുമാർ ഈ അടുത്ത ദിവസങ്ങളിൽ കനയ്യകുമാറിനെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു അഭിമുഖത്തിൽ കനയ്യകുമാർ ഇപ്പോഴും ഇയാളെ ഓൺ ചെയ്യുന്നു. ഇയാളുമായിട്ടുള്ള ബന്ധത്തെ അയാൾ ആവർത്തിച്ച് ഉറപ്പിച്ചു പറയുന്നു. അത് ജയിൽ ഇവിടെ ഉണ്ടെങ്കിൽ ജയിലിൽ പോകും, വരും എന്നുള്ള മട്ടിൽ അതിനെ അവതരിപ്പിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതൊരു വലിയ തകർച്ചയാണ്. മാനസികമായി തീർച്ചയായും ദീർഘകാലം ജയിലിൽ കിടക്കുമ്പോഴുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവരെ ഇൻകുലാബ് വിളിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാളെ ഈ രാജ്യത്ത് ഇത്രയും 5 വർഷം വിചാരണയില്ലാതെ തടവിലിടാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിനോട് കഷ്ടം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതാണ്. അതിനകത്ത് 38 വയസ്സാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാരന്, ഉമർ ഖാലിദിന്. 33ാമത്തെ വയസ്സിൽ അയാൾ ജയിലിലായതാണ് എന്ന് ഓർക്കണം. എന്ന് വെച്ചാൽ JNUവിൽ PhD, ഈ പറയുന്ന പ്രധാനപ്പെട്ട റെലവൻ്റ് ആയിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളാണ് മൂപ്പരുടെ തീസിസും അതിനുള്ള ശ്രമങ്ങളും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള വളരെ യങ് ആയിട്ടുള്ള ഒരാളെയാണ് ഈ ജയിലിനകത്ത് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഈ വിശദാംശങ്ങൾ നോക്കുമ്പോഴാണ് എനിക്ക് ഷെഹ്ല റാഷിദ് BJPയിൽ ചേർന്നാണെങ്കിലും അങ്ങ് രക്ഷപ്പെട്ടു പോയല്ലോ എന്നൊരു തോന്നുന്നുണ്ട്. നമ്മൾ വളരെ സാഗൂതം നോക്കിക്കൊണ്ടിരുന്ന കാര്യമാണല്ലോ JNUവിലെ കാര്യങ്ങൾ. നമുക്ക് ഇന്നലെ നടന്ന പോലെ ഓർമ്മയുണ്ട് മാധ്യമ പ്രവർത്തകർക്ക്. അപ്പോൾ ഷെഹ്ല റാഷിദ് ഇതുപോലെ തന്നെ വളരെ ഷാർപ്പായിട്ട് സംസാരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെയും BJPയുടെ രാഷ്ട്രീയത്തിൻ്റെയും വലിയ വിമർശകയായിരുന്നു. നമ്മുടെ ആസാദി പാട്ടുകളൊക്കെ ഓർമ്മയില്ലേ? അപ്പോൾ ഷെഹ്ല റാഷിദ് പക്ഷേ ഈ കാര്യം ഇങ്ങനെ മാറിയപ്പോൾ ഏതോ കാരണത്താൽ, ചിലപ്പോൾ അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ബോധ്യങ്ങൾ മാറിയതുകൊണ്ടായിരിക്കും. എന്തായാലും നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ മോദിജി എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും ട്വീറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു അടുത്ത ആരാധികയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. BJP രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ട് മാറിയിരിക്കുകയാണ് ഇദ്ദേഹം. ഈ 33ാമത്തെ വയസ്സ് തൊട്ട് 38ാം വയസ്സ് വരെ ഈ ചെറിയ പ്രായത്തിൽ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടൊരു കാലത്ത് ഈ ജയിലറകൾക്ക്, തിഹാർ ജയിലിനകത്തായത് കാണുമ്പോൾ BJPയോട് ചേർന്നിട്ടാണെങ്കിലും ഈ ഷെഹ്ല റാഷിദ് അങ്ങ് പുറത്തു പോയത് സന്തോഷം എന്ന് തോന്നുന്നൊരു സാധാരണ പാവം മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഇവർക്ക് ഉമർ ഖാലിദിന് അങ്ങനെ തോന്നണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ പോരാട്ടം തുടരുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ക്രഷ്ഡ് അണ്ടർ ദ വീൽസ് ഓഫ് ജസ്റ്റിസ് എന്നൊരു പ്രയോഗം ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. പ്രതീക്ഷയുടെയും നിരാശയുടെയും ഭാവത്തിൽ ആ പ്രയോഗം ഉപയോഗിക്കാറുമുണ്ട്. ഏത് അപരാധിയും നീതിയുടെ രഥചക്രങ്ങൾക്കടിയിൽ ഒരിക്കൽ പെട്ടുപോകേണ്ടി വരും എന്ന അർത്ഥത്തിലും, നീതിചക്രത്തിൻ്റെ ഭാരം കയറി അരഞ്ഞു പോകുന്ന നിരപരാധികളുടെ വിധി എന്ന അർത്ഥത്തിലും. JNU സമരകാലത്ത് അറസ്റ്റിലായ ചെറുപ്പക്കാരുടെ നിരന്തരം തള്ളുന്ന ജാമ്യാപേക്ഷകൾ വിചാരണയില്ലാതെ കുറ്റാരോപിതരെ കേൾക്കാതെ നടപ്പാക്കുന്ന ഏകപക്ഷീയ വിധിന്യായങ്ങളാകുന്നോ എന്ന് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സംശയിച്ചാൽ തെറ്റു പറയാനാകില്ല. 5 വർഷമായി വിചാരണയും ജാമ്യവുമില്ലാതെ തടവിൽ കഴിയുകയാണ് ഇവർ എന്ന കാര്യം മാത്രം വസ്തുതയാണ്. വിചാരണ നടപടികൾക്ക് സ്വാഭാവികമായ പുരോഗതി ഉണ്ട് എന്ന് കോടതി പക്ഷേ പറയുന്നുണ്ട്. നീതിയുടെ രഥത്തിൻ്റെ ചക്രങ്ങൾ മന്ദം ഉരുളുകയാണ് എന്ന് പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ട്. ആ ചെറുപ്പക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായ കാലത്തിന് മീതെ കൂടിയാണ് എന്നും അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവരും പറയുന്നു. അവർക്ക് നീതിയുക്തമായ വിചാരണ വേണം എന്ന് എല്ലാ നീതി വിശ്വാസികളെയും പോലെ RDX ആഗ്രഹിക്കുന്നു.